ഹലോ ഗായ്സ്, നമുക്ക് പൊറോട്ടയും ബീഫും കഴിക്കാൻ പോയാലോ? എന്തെങ്കിലും ആഗ്രഹം വന്നാൽ പിന്നെ അങ്ങോട്ട് മാറ്റി വെക്കല്. ബീഫ് തിരക്കി രണ്ടാമത്തെ കടയിലാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ് 5 മിനിറ്റിനുള്ളിൽ റെഡിയാകുമെന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ചേട്ടൻ നമുക്ക് ടൈമില്ല, 5 മിനിറ്റ് കൊണ്ട് റെഡിയാകുമല്ലോ എന്ന് ചോദിച്ചപ്പം ചേട്ടൻ ഒന്നും കൂടി ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി പോയതാണ്. പോയിട്ട് വന്നിട്ട് പറഞ്ഞു ഇപ്പം റെഡിയാകും, ഇരുന്നോളാൻ പറഞ്ഞ്. അപ്പം എന്തെങ്കിലും നോക്കിയപ്പോൾ അവിടെ കപ്പയൊക്കെ രാവിലെ തന്നെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു രാവിലെ 9 മണിയൊക്കെ ആയ ടൈമാണ്. അപ്പോൾ ചേട്ടൻ അവിടെ നിന്ന് ചുടുചുടാന്ന് പൊറോട്ട അടിക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു പൊറോട്ട അടിക്കുന്നത് കാണാനും പൊറോട്ട അടിക്കുന്ന ആളും. ഈ ഹോട്ടലിൻ്റെ ചുമരിൽ മൊത്തം നമ്മുടെ ആലപ്പുഴയുടെ ചരിത്രങ്ങൾ ഓരോന്നും ഇങ്ങനെ ചിത്രങ്ങളായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചേച്ചി കയറ് വിരിക്കുന്ന ആയിക്കോട്ടെ, കാരണം കയറും ആലപ്പുഴയും തമ്മിലുള്ള ബന്ധം എടുത്ത് പറയേണ്ടതാണല്ലോ. പിന്നെ കുട്ടനാട് അങ്ങനെ അങ്ങനെ. അപ്പം എന്തേ ചേട്ടൻ നമ്മുടെ പൊറോട്ടയും ബീഫും കൊണ്ടുവന്നു. പൊറോട്ടയും ബീഫും കൊണ്ടുവരുന്നവരെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം 5 മിനിറ്റ് കൊണ്ട് റെഡിയാകുമോ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളോർത്ത് ഇനി പെട്ടെന്ന് അവർ എടുത്തു തരുന്നതുകൊണ്ട് എന്തെങ്കിലും ടേസ്റ്റിൽ അങ്ങനെ എന്തെങ്കിലും കുഴപ്പം കാണുമോ എന്നൊക്കെ നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, നല്ലപോലെ റെഡി ആയിട്ടുണ്ടോ എന്നൊക്കെ. പക്ഷേ അതൊഴിച്ച് ഒരു പിടി അങ്ങ് എടുത്തപ്പോൾ ഉണ്ടല്ലോ ഗൈസ്, ഒരു രക്ഷയില്ല. പിന്നെ ആ തേങ്ങാക്കൊത്ത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം കറിയിൽ തേങ്ങാക്കൊത്ത് ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല സ്മൂത്തായിട്ടുള്ള ബീഫ്, ഒരു രക്ഷയില്ലാത്ത നല്ല കുറുകിയ ബീഫ് കറി, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. അപ്പം ബീഫ് കറിക്ക് വരുന്ന 130 രൂപയും പൊറോട്ടയ്ക്ക് 10 രൂപ വെച്ചാണ്. അപ്പം പറ്റുന്നവരൊക്കെ പോയി ട്രൈ ചെയ്ത് നോക്കുക. കാരണം അടിപൊളി ഫുഡാണ് ഇവിടുത്തെ. നമ്മുടെ ലൊക്കേഷൻ വരുന്ന മുഹമ്മ കഞ്ഞിക്കുഴി റോട്ടിൽ സാകേതം എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ്. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ്.